ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസിയുടെ അപകട മരണത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു അപകട മരണമല്ല, ഇതിന്റെ പിന്നിൽ മറ്റാരോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് വലിയൊരു വിഭാഗം ജനങ്ങളും എത്തിച്ചേർന്നിട്ടുള്ളത്. പല മുഖ്യധാരാ മാധ്യമങ്ങളും ഈ സംശയം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനു പിന്നിൽ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദാണെന്നും അല്ല അമേരിക്കൻ ചാര സംഘടനയായ CIA ആണെന്നും ഇതൊന്നുമല്ല ഇറാൻ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്നുമുള്ള അഭ്യൂഹങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലും ഇത്തരം സംശയാസ്പദമായ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ അന്വേഷണം നടത്തിയിരിക്കുന്നതും പുതിയ നിർണായകമായ ചില വസ്തുതകൾ പുറത്തുവിട്ടിരിക്കുന്നതും. ഇസ്രായേൽ ഗാസ സംഘടനകളുടെ പിന്നിലും സൗദി അറേബ്യയുമായി ഇറാനുള്ള പുതിയ ബന്ധത്തിന്റെ പിന്നിലും നിർണായക ശക്തിയായി വളർന്നു വന്ന ഒരു ഇറാനിയൻ പ്രസിഡന്റ് ആയിരുന്നു ഇബ്രാഹിം റയീസി. അതോടൊപ്പം ഇറാനിനകത്ത് ഇസ്ലാമിസത്തെ ശക്തമായി പിന്തുണക്കുകയും നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണ് ഇബ്രാഹിം റയീസി. അപ്പോൾ ഒരു ഭാഗത്ത് ഇസ്രായേലും മറ്റൊരു ഭാഗത്ത് അമേരിക്കയും മുഖ്യ ശത്രുക്കളായി നിലകൊള്ളുമ്പോഴും ഇറാനകത്തും പ്രസിഡന്റ് റയീസിക്ക് ശത്രുക്കളുണ്ട് എന്ന് ചുരുക്കം. ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചപ്പോൾ നടന്ന പ്രാഥമിക നിഗമനങ്ങളുടെയും റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു അട്ടിമറിക്കുള്ള സാധ്യത ആദ്യമേ തന്നെ MF മാടായി മലയാളം ചാനൽ പുറത്തുവിട്ടിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. അപകടത്തെ സംബന്ധിച്ചുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ആ വീഡിയോയിൽ നിന്നും പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ്. സംഭവം നടന്ന് 48 മണിക്കൂറിനകം ഇറാൻ നടത്തിയ അന്വേഷണങ്ങളെ തുടർന്ന് ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ചില നിർണായക വിവരങ്ങളാണ് ഇറാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കോപ്റ്റർ അപ്രത്യക്ഷമായ നിമിഷങ്ങളിൽ നടന്ന ചില സംഭവ വികാസങ്ങളാണ് ഇറാന്റെ അന്വേഷണത്തെ തുടർന്ന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. മോശമായ കാലാവസ്ഥ അല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥയാണ് പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടാൻ കാരണം എന്ന പ്രാഥമിക നിഗമനങ്ങളാണ് ഇതുവരെയും എല്ലാവരും വെച്ചു പുലർത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ നിഗമനങ്ങളെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇറാന്റെ പുതിയ വെളിപ്പെടുത്തൽ. ഇബ്രാഹിം റയീസി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ പറന്നുയർന്നപ്പോൾ ഉള്ള കാലാവസ്ഥ വളരെ പെർഫെക്റ്റ് ആയിരുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട്. ആ സമയത്ത് പ്രതികൂലമായ കാലാവസ്ഥ അല്ലായിരുന്നു എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. പറന്നുയർന്ന് 45 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ അപ്രത്യക്ഷമായി. 3 ഹെലികോപ്റ്ററുകളും ഒരുപോലെ പറന്നുയരുകയും 2 ഹെലികോപ്റ്ററുകളുടെ നടുവിലായി പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ സഞ്ചരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ അപ്രത്യക്ഷമാകൽ എന്ന കാര്യം നാം ഓർമ്മിക്കേണ്ടതാണ്. അപ്പോൾ ഒരേ കാലാവസ്ഥയിൽ ഒരേപോലെ പറന്നുയർന്ന 3 ഹെലികോപ്റ്ററുകളിൽ നടുവിലായി സഞ്ചരിച്ച പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണുണ്ടായത്. മെയ് 19-ാം തീയതി പ്രാദേശിക സമയം 1 മണിക്കായിരുന്നു പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ പറന്നുയർന്നത്. ആ സമയത്ത് ആ പ്രദേശത്തെ കാലാവസ്ഥ പെർഫെക്റ്റ് ആയിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇറാൻ പ്രസിഡൻഷ്യൽ സ്റ്റാഫുകളുടെ ചീഫ് വെളിപ്പെടുത്തിയ വസ്തുതകളാണ് ഈ പറഞ്ഞു വരുന്നത്. ഹെലികോപ്റ്റർ പറന്നുയർന്ന് 45 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് മറ്റ് 2 ഹെലികോപ്റ്ററുകളുടെ പൈലറ്റുകളോട് കാർമേഘം കാരണം ഉയരം വർദ്ധിപ്പിക്കുവാനുള്ള നിർദ്ദേശം നൽകി. ഈ നിർദ്ദേശം നൽകിയ ഉടനെ തന്നെ 30 മിനിറ്റുകൾക്കകം പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ അപ്രത്യക്ഷമായി. അപ്പോൾ കാർമേഘങ്ങളുടെ മുകളിലൂടെ സഞ്ചരിച്ചിരുന്ന 3 ഹെലികോപ്റ്ററുകളുടെയും നടുവിലായി സഞ്ചരിച്ച പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത്. ഈ വസ്തുത തിരിച്ചറിഞ്ഞ മറ്റ് 2 ഹെലികോപ്റ്ററുകളും പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിനെ തിരിച്ച് വട്ടമിട്ട് ആകാശത്ത് പറന്നുകൊണ്ടിരുന്നു. റേഡിയോ സർവീസിലൂടെ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതിനെ തുടർന്ന് മറ്റ് 2 ഹെലികോപ്റ്ററുകളും അടുത്തുള്ള കോപ്പർ മൈനിൽ ലാൻഡ് ചെയ്തു. തുടർച്ചയായി ശ്രമിച്ചിട്ടും പ്രസിഡന്റുമായോ കൂടെ സഞ്ചരിക്കുന്ന ഇറാൻ വിദേശകാര്യമന്ത്രിയുമായോ പ്രസിഡന്റിന്റെ അംഗരക്ഷകരുമായോ ബന്ധപ്പെടുവാനുള്ള ശ്രമം
പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 2 ഹെലികോപ്റ്ററുകളുടെയും പൈലറ്റുമാർ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിന്റെ ക്യാപ്റ്റൻ മുസ്തഫാവിയെ വിളിച്ചെങ്കിലും അറ്റൻഡ് ചെയ്തത് കൂടെ സഞ്ചരിച്ചിരുന്ന ടിബ്രീസിലെ മസ്ജിദ് ഖത്തീബായ മുഹമ്മദ് അലി അൽ ഹാഷ്മി ആയിരുന്നു. ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണെന്നും ഞങ്ങളുടെ ഹെലികോപ്റ്റർ ക്രാഷ് ചെയ്തിരിക്കുകയാണെന്നുമുള്ള സന്ദേശമാണ് പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിൽ നിന്നും അവസാനമായി ലഭിച്ച സന്ദേശം. അപകട സ്ഥലത്ത് എത്തിച്ചേർന്ന രക്ഷാപ്രവർത്തകന്മാർ കണ്ടത് മരിച്ചു കിടക്കുന്ന ഇബ്രാഹിം റൈസിയെയും കൂട്ടരെയുമായിരുന്നു. എന്നാൽ അതിൽ അലി അൽ ഹാഷിം മണിക്കൂറുകൾക്ക് ശേഷമാണ് മരണപ്പെട്ടത്. മണിക്കൂറുകളോളം ജീവിച്ച ഈ അലി അൽ ഹാഷ്മിയിൽ നിന്നും എന്തെങ്കിലും നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം വരും ദിവസങ്ങളിൽ വെളിപ്പെടാനിരിക്കുന്നതേയുള്ളൂ. ഇറാന്റെ ഉന്നതതല അന്വേഷണ വിഭാഗം സംശയകരമായ എല്ലാ സാഹചര്യങ്ങളെയും പരിഗണിച്ച് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്.